നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമ്മൾ BOM എങ്ങനെ, അതായത് ബിൽ ഓഫ് മെറ്റീരിയൽ എങ്ങനെ റെസിപ്പി സെറ്റാക്കുക എന്നുള്ളതാണ്. അതിൽ നമ്മളെ വിസാർക്ക് ERPയിൽ മാനുഫാക്ചറിങ് എന്ന സെക്ഷനിൽ പോവാം. അതിൽ ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന സെക്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യാം. അതിന് മുന്നായിട്ട് തന്നെ നമ്മൾ ഈ റോ മെറ്റീരിയൽസിൽ ഇപ്പോൾ നമ്മൾ ഉദാഹരണം എടുക്കാൻ പോകുന്നത് ചായൻ്റെതാണ്. അപ്പോൾ ഒരു ചായക്ക് എന്തൊക്കെ വേണമെന്ന് ചോദിച്ചാൽ അത് ആദ്യം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം, അതിൻ്റെ പർച്ചേസും കാര്യങ്ങളും ചെയ്ത് വെക്കണം. പിന്നെ അതിൽ ഓൾറെഡി സെറ്റാക്കി വെച്ചിന് മിൽക്ക് ഉണ്ട്, അതേപോലെ തന്നെ ഷുഗർ, ടീ പൗഡർ. ഇനിയിപ്പോൾ ഒരു പുതിയൊരു റോ മെറ്റീരിയൽ എങ്ങനെ ആഡ് ആക്കാന്നുള്ള സംഗതി കാണിച്ചു തരാം. ഇപ്പോൾ ഉദാഹരണം നമുക്ക് ടീ പൗഡർ തന്നെ ഒന്നുകൂടി ആഡ് ആക്കാമെന്ന് കരുതുക. ടീ പൗഡർ എന്ന് കൊടുക്കുക. എന്നിട്ട് അതിൽ ഇവിടെ ജസ്റ്റ് ഒരു സെല്ലിംഗ് പ്രൈസ് കൊടുത്തിടാം. മേ ബി നമ്മൾ റോ മെറ്റീരിയൽ വിൽക്കുന്നുണ്ടെങ്കിൽ സെല്ലിംഗ് പ്രൈസ് കൊടുത്തിടാം. പിന്നെ കോസ്റ്റ് എത്രയാണ് വരിക എന്നുള്ളത് ഇവിടെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ കിലോഗ്രാം ആണെങ്കിൽ കിലോഗ്രാം, ഇനി ഗ്രാം ആണെങ്കിൽ ഗ്രാം. അത് നിങ്ങളിങ്ങനെ പർച്ചേസ് ചെയ്യാൻ എങ്ങനെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ രീതിയിൽ വാങ്ങാം. ഞാൻ ഇവിടെ കിലോഗ്രാം കൊടുക്കുകയാണ്. പിന്നെ ഇവിടെ ഈ ഐറ്റം ടൈപ്പിൽ നേരത്തെ പറഞ്ഞ കേസിൽ ഇപ്പം നമ്മൾ ചിലപ്പോൾ ഈ സാധനം സെല്ല് ചെയ്യണില്ലെങ്കിൽ റോ മെറ്റീരിയൽ മാനുഫാക്ചറിങ് ഇൻപുട്ട് എന്നുള്ള മാത്രം സെലക്ട് ചെയ്യുക. ഇനി അത് സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ മെയിൻ പ്രോഡക്റ്റായിട്ട് അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ആഡ് പ്രോഡക്റ്റ് കൊടുക്കുക. ഇത് ഞാൻ ഓൾറെഡി ഇത് സെറ്റാക്കി വെച്ചാണ്. എന്നിട്ട് ഇനി ബിൽ ഓഫ് മെറ്റീരിയലേക്ക് തിരിച്ചു തരാം. അതിൽ നമ്മൾ ഒരു ചായക്ക് എങ്ങനെയാണ് ഒരു റെസിപ്പി സെറ്റാക്കുക എന്നുള്ളത് ആദ്യം പ്ലസ് ന്യൂ BOM കൊടുക്കുക. അതിൽ നമ്മൾ ചായ ഉണ്ടാക്കണേ ടീ എന്ന് ഇതിന് പേരിടാം. അതിൻ്റെ ഔട്ട്പുട്ട് പ്രൊഡക്റ്റായിട്ട് നമുക്ക് എന്ത് കിട്ടും? ടീ കിട്ടും. ഔട്ട്പുട്ട് ക്വാണ്ടിറ്റി 1, അതായത് ഒരു ചായ ഉണ്ടാക്കാൻ എന്തൊക്കെ റെസിപ്പീസാണ് വേണമെന്നുള്ള അത് സെറ്റാക്കി വെക്കണം. ഇനിയിപ്പോൾ ഇതിൽ BOM ടൈപ്പിൽ നമ്മൾ റെസിപ്പി സെലക്ട് ആക്കി കൊടുക്കുക. പിന്നെ ഇനി ഇവിടെ കോമ്പോണൻസിൽ നമ്മൾ എന്തൊക്കെ ഒരു ചായക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ സെലക്ട് ആക്കി കൊടുക്കുക. ഉദാഹരണത്തിന് ഫസ്റ്റ് തന്നെ ടീ പൗഡർ കൊടുക്കുക. ടീ പൗഡറിൽ ഞാൻ കിലോഗ്രാമിലാണ് സെറ്റാക്കിയിട്ടുള്ളത്. കാരണം ഇപ്പോൾ ഒരു ചായ ഉണ്ടാക്കാൻ ഇപ്പോൾ നമുക്കൊരു 10 ഗ്രാം വേണമെന്ന് കരുതാം. അപ്പോൾ 0.010 എന്ന് കൊടുക്കുക. ഇഷ്യൂ മെത്തേഡ് ബാക്ക് ഫ്ലഷിന് കൊടുക്കുക കേട്ടോ. പിന്നെ അടുത്തത് ഷുഗർ ആഡ് ചെയ്യുക. ഷുഗർ അതേമാതിരി കിലോഗ്രാമിലാണ് കൊടുത്തത്. ഇനി ഗ്രാമിലാകുമ്പോൾ ഗ്രാം എന്നുള്ള രീതിയിൽ അടിച്ചാൽ മതി കേട്ടോ. 0.0 ഒരു 10 ഗ്രാം നമ്മൾ ഒരു 20 ഗ്രാം കൂട്ടാം. 20 ഗ്രാം ഷുഗർ ഉപയോഗിക്കേണ്ടത് കരുതുക. പിന്നെ അടുത്ത കോമ്പൗണ്ട് സെലക്ട് ചെയ്യുക. പിന്നെ മിൽക്ക്, ഈ മിൽക്ക് സെലക്ട് ചെയ്യുക. മിൽക്ക് ഞാൻ ലിറ്ററിലാണ് സെലക്ട് ആക്കിയത്. നമുക്കൊരു 40 ml മിൽക്കും വേണം കരുതുക. അപ്പോൾ 0.40 എന്ന് കൊടുക്കുക. ഇതാണ് ഒരു ചായ ഉണ്ടാക്കാനുള്ള റെസിപ്പീസ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ റെസിപ്പി സെറ്റായി. അതേപോലെ തന്നെ ആക്ടിവേറ്റ് BOM കൂടി കൊടുക്കുക. ഇനി നമ്മൾ ചായ സെയിലടിക്കുന്ന ടൈമിൽ ഇപ്പോൾ നമ്മൾ റോ മെറ്റീരിയൽസ് വന്ന് നോക്കിയാൽ കാണാം. മിൽക്ക് 1 ലിറ്റർ ഉണ്ട്, ഷുഗർ 1 കിലോ ഉണ്ട്, ടീ പൗഡർ 100 കിലോ ഉണ്ട്. അപ്പോൾ നമുക്കൊരു സെയിലടിച്ച് നോക്കാം. BOSൽ പോയിട്ട് അതിൽ നമ്മളൊരു ടീ അടിച്ച് നോക്കാം. ടീ അടിച്ച് കംപ്ലീറ്റ് സെയിൽ കൊടുത്ത് എന്നിട്ട് നമ്മൾ എൻഡ് സെഷൻ നെക്കി നമ്മൾ സെഷൻ ക്ലോസായി നമ്മൾ അന്നത്തെ സെയിലൊക്കെ കഴിഞ്ഞതിന് ശേഷം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോക്സിൽ പോയി കഴിഞ്ഞാൽ റോ മെറ്റീരിയൽസ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം കറക്റ്റ് ഇവിടെ സ്റ്റോക്ക് പറഞ്ഞത് ഇത്ര നമ്മൾ സാധനങ്ങൾ എടുത്തു എന്നുള്ളത്. അപ്പോൾ നമ്മൾ വൺസ് റെസിപ്പി സെറ്റാക്കി കഴിഞ്ഞാൽ എത്ര ഒരു ചായൻ്റെ റെസിപ്പി സെറ്റാക്കി കഴിഞ്ഞാൽ ചായ അടിക്കുന്നതോട് കൂടി നമ്മൾ സ്റ്റോക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് കുറഞ്ഞു വരും. ഇതാണ് ഇപ്പോൾ BOM കുറിച്ച് ടോട്ടൽ റെസിപ്പി സെറ്റാക്കാനുള്ള സംഗതി വരുന്നത്.